ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മനസ്മലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 4 മണി ആകാറായിട്ടുണ്ട്. സ്കൂൾ വിട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കാത്തുമ്പിക്ക് ഇന്ന് പനിയായതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. നമ്മൾ ചുമ്മാ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ പിടിച്ചപ്പോൾ ഒരു 5-6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പല്ലിയായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടുമോ നോക്കാം. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഇന്നാണ് കാണുന്നത്. കൊച്ചുകിളിയാണോ ഇത്? ആണോ? ഏതാണ് കൊച്ചു? ഇതാണോ കൊച്ചുകിളി? ഇതാണോ? ഒന്ന് പറ. എത്ര വയസ്സായി? 1 വയസ്സായ? 1 വയസ്സ് 1 മാസം. ആണോ? അത് കുത്തില്ലല്ലോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതിലേ ഇതില്ലേ ഹായ്. ശരി, നിങ്ങൾ ഇവിടെ ഇതൊക്കെ നടത്തണുണ്ടായിരുന്നു. യൂട്യൂബ് ഉണ്ട്. ആണോ? ശരി. നമ്മുടെ ചേട്ടാ ഇവിടെ വെട്ടില് പിടിക്കാൻ നടപ്പ്. നോക്ക്. അപ്പം നമ്മളിത് തുടങ്ങാൻ പോവാണ് കേട്ടോ. നമ്മൾ ആദ്യമേ കുളത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ വരുന്ന വഴിയാണ്. അപ്പം നമ്മളിതേ കുളത്തിൽ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ വൈഫാണ്, നിതിൻ്റെ ചേട്ടൻ്റെ വൈഫ്. ചേട്ടത്തി അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ചേട്ടായി മീൻ പിടിക്കുന്നുണ്ട്. മത്സരമാണ് രണ്ടുപേരും. ഇന്ന് നമ്മൾ മീൻ പിടിച്ചിട്ട് ആകെ കിട്ടിയത് ഈ ഒരു കുഞ്ഞും ചെമ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണാലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇടാൻ പോവാണ്. ഈ കുളത്തിലേക്ക് തന്നെ ഇട്ട് നമ്മൾ ഇടേണ്ട താമസം അത് പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. കണ്ട, അതാണെങ്കിൽ അത് ഇടേണ്ട താമസം സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ സ്വന്തം വീട്ടിലോട്ട് ഓടിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇത് കാത്തൂൻ്റെ ഇവിടുത്തെ കൂട്ടുകാരാണ്, നമ്മുടെ തൊട്ടടുത്ത പുറയിലത്തെ വീട്ടിലെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് കളിക്കുവാണ്. നമ്മുടെ പാറുവും ഉണ്ണിക്കുട്ടനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചേട്ടത്തിയുടെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് അവർ ഒരു 4:30 അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ഈവനിങ് അവരുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് വരികയാണ് ചെയ്യാറ്. ഇപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് കളിക്കുകയാണ്. പിന്നെ നൈറ്റ് നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. എവിടെ പോകാനാണെന്ന് വെച്ചാൽ ഗാനമേള കാണാൻ പോകുവാണ് ഫ്രണ്ട്സ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ ചേട്ടത്തിയുണ്ട്, കുട്ടികളുണ്ട്. നിതിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നടക്കുവാണ്. നമ്മുടെ കാത്തു പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റേജിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പുറത്തോട്ട് നടന്നു പോയാൽ മതി. അപ്പോൾ ദേ ആ കാണുന്ന ലൈറ്റ് അങ്ങോട്ടേക്കുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ നടന്ന് പോവുകയാണ് ഫ്രണ്ട്സ്. ഫ്രണ്ടേ നമ്മുടെ കാത്തുവും നമ്മുടെ ചേട്ടത്തിയുടെ കുഞ്ഞാണ്, ഇളയ കുട്ടിയാണ്. രണ്ടുപേരും ഏകദേശം ഒരു പ്രായമാണ്. കാത്തുവിനേക്കാൾ 1 വയസ്സ് മൂത്താണ് കേട്ടോ. എങ്കിലും ഇവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഫ്രണ്ടേ പോവുകയാണ്. അവരെല്ലാവരും കൂടി കുടയും പിടിച്ച് നടക്കുകയാണ്. നിതിൻ പുറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയതിന് കാരണം വേറെ ഒന്നുകൂടിയുണ്ട്. അവിടെ നമ്മൾ നല്ല മഴയതുകൊണ്ട് തന്നെ ഉള്ളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് അവിടെ താഴത്ത് കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. പേടിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. എന്നാൽ രാവിലെ സ്കൂളിൽ കാത്തുമ്പി ആക്കാൻ വരുന്ന ആ ഒരു എൻട്രൻസ് ആണ് അത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകുവശത്ത് കൂടിയിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ സ്റ്റേജിൻ്റെ പുറകുവശമാണിത്. കണ്ട, അവിടെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പൊതുവേ ഒരു തണുപ്പ് കൂടുതലൊരു പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നൈറ്റ് ഇങ്ങനെ ലൈറ്റും അങ്ങനത്തെ സൗണ്ട് ആ വർക്കൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ക്രിസ്മസിന് കുറച്ചും കൂടി ക്രിസ്മസ് ആ ഒരു ടൈമിന് ഇവിടെ നല്ല രസമായിരിക്കും. കൂടുതലും നമ്മൾ ആഘോഷിക്കാറുണ്ട് എല്ലാവരും ഈ ഒരു ഏരിയയിൽ ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക രസമാണ്. ഈ ഡിസംബർ മാസം കൂടിയല്ലേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഫ്രണ്ട് നമ്മുടെ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് നമ്മുടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അവരുടെ അസോസിയേഷൻ്റെ നമ്മുടെ കണിച്ചുളങ്ങര യൂണിറ്റിൻ്റെ മാത്രമായിട്ടുള്ള അസോസിയേഷൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് അകത്ത് നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. കുറേ പേരൊക്കെ ആദ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും പിന്നെ ഗാനമേള തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ആളായിരുന്നു. നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ആ സ്കൂളിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് അത് തന്നെയാണ് സ്റ്റേജ്. ആ സ്റ്റേജിലാണ് നമ്മുടെ ഇപ്പോൾ ഈ പരിപാടി നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പൂച്ചാക്കൽ നിഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ലേ ഫ്ലവേഴ്സ് ടി വിയിലെ, അപ്പോൾ അവരൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഫ്രണ്ടിലിരിക്കാൻ തോന്നി. പക്ഷെ കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ കാണിക്കാം.
വരുന്ന സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ കാത്തുമ്പിയും പാറും കൂടിയിട്ട് ഓടിപ്പോയി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുള്ളുവെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ഓടി സ്റ്റേജിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് പ്രത്യേകം സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അവരോടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുമെന്ന് ഒട്ടും കരുതിയില്ല. പിന്നെ അവർ ഭയങ്കര കൂട്ടായി. അവർ എല്ലാ പാട്ടിലും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ തുടർന്ന് വന്ന എല്ലാ പാട്ടിലും അവർ കയറി ഡാൻസ് കളിയും തുടങ്ങിയിട്ടുണ്ട്. കണ്ട അവരുടെ കൂട്ടത്തിൽ ചുമ്മാ നിന്നങ്ങ് തുള്ളും. പിന്നെ ഈ ചേട്ടൻ പാടുന്ന എല്ലാ പാട്ടിനും ഇവരും കൂടെ കയറാൻ തുടങ്ങി സ്റ്റേജിലേക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡയറി മിൽക്ക്, ജെംസ്. അത് ഗാനമേളക്കാർ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന വേറെ നമ്മൾ കാണാൻ ചെന്ന കുറച്ച് ചേട്ടന്മാരും അവരൊക്കെ കുറേ സ്വീറ്റ്സ് അവർക്ക് തന്നെ നമ്മുടെ കാത്തുമ്പിക്കും പാറുക്കുട്ടിക്കും കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല രസമായിരുന്നു. ആ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് അത് പ്രത്യേകം പറയണം കേട്ടോ. സത്യം പറഞ്ഞാൽ അവരുടെ അസോസിയേഷൻ്റെ ആയതുകൊണ്ട് തന്നെ അവർ ഫുൾ ഒരു വൈബർ, ഫുൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലുള്ള സൂപ്പറായിരുന്നു. ഗാനമേള ഓർക്കസ്ട്രക്കാരാണെങ്കിലും നല്ല ഗാനമേളയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാത്തുമ്പീനെയും പാറുക്കുട്ടിയും കൊണ്ടിട്ട് അവിടെ ഒരു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ഒരു 20 സമ്മാനങ്ങളുണ്ടായിരുന്നു. അതിൽ ആ കൂപ്പണിൻ്റെ നറുക്കെടുപ്പായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടായിരുന്നു ഓരോ നമ്പർ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ മാത്രമല്ല എല്ലാ ഫുഡുകളും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവരതങ്ങനെ കഴിക്കുകയാണ്. രണ്ടുപേർക്കും അതങ്ങനെ കൊടുത്തു. പിന്നെ ലാസ്റ്റ് സോങ് ഒക്കെ ആയപ്പോൾ പിന്നെ പറയേണ്ട ഫുൾ എല്ലാവരും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നല്ല തുള്ളലായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഫുൾ വൈബായിരുന്നു. പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജിൽ നിന്ന് മറ്റേ പൂച്ചാക്കൽ നിഷാദ് ആ വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ സ്വീറ്റ്സും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ രണ്ടുപേരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ആ ചേട്ടൻ തന്നെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കും. അവർക്കൊരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ പോയി അങ്ങനെ അങ്ങനെ ഡാൻസ് കളിക്കാനും തുള്ളാനും ഒക്കെ തോന്നിയല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഗൈസ് നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് കേട്ടാ. പിള്ളേരെല്ലാരും കയറി തുള്ളി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. കാത്തു സ്റ്റേജിൽ കയറി തുള്ളുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാം ആയിരുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ അസോസിയേഷന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റും അതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ പൊള്ളിയായിരുന്നു. ഇത് നമ്മുടെ ചേട്ടത്തിയുടെ മൂത്ത മകനാണ്. നമ്മുടെ ശിവക്കുട്ടിനെയും കൊണ്ട് നിതിൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടേ നടക്കുകയാണ്. ഇത് അവർക്ക് ഗാനമേളയിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ സ്വീറ്റ്സ് ഒക്കെ കേട്ടോ. ഇത് ഡയറി മിൽക്കും ജെംസും കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ പരിപാടിയായിരുന്നു. ഞാൻ അതിന്റെ ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നോണ്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.